കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് പാടാം. ഹൃദയത്തിനകത്തുനിന്ന് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി പാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലേറ്റിടുവാൻ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. തള്ളയെപ്പോൾ നമുക്കുള്ളോരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയെപ്പോൾ നമുക്കുള്ളോരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ള മുരുകുന്ന ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്ന രക്ഷകനെ. ഉള്ള മുരുകുന്ന ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്ന രക്ഷകനെ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്തോരു സ്നേഹമി സാധുവേ ഓർത്തു നീ സന്താപസാഗരം തന്നിൽ വീണു. എന്നെ വിളിച്ചു നീ, എന്നെ എടുത്തു നീ, ഓമന പൈതലായി തീർക്കണമേ. എന്നെ വിളിച്ചു നീ, എന്നെ എടുത്തു നീ, ഓമന പൈതലായി തീർത്തിടണേ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർക്കുമായി വന്നിടുമ്പോൾ. കർത്താവു വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർക്കുമായി വന്നിടുമ്പോൾ. എന്നിൽ കനിഞ്ഞെന്നെ മാർവോടണച്ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. എന്നിൽ കനിഞ്ഞെന്നെ മാർവോടണച്ചെന്റെ സങ്കടം തീർക്കണം രക്ഷകനെ. പൊന്നേശു തമ്പുരാൻ നല്ലോരു രക്ഷകൻ, എന്നെ
വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വെച്ചു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു. ഇനിയും നമ്മൾ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യപുത്രൻ്റെ അടയാളം എന്ന ചിന്തയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 24-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആ കാലത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ അർഹതയുള്ള ഒരാളാണ് തർസോസിലെ ശൗൽ എന്ന പ്രസ്താവനയിൽ തെല്ലും അതിശയോക്തിയില്ലാത്തതാണ്. അദ്ദേഹത്തെ ലോകം അറിയുന്നത് അപ്പോസ്തോലനായ പൗലോസ് എന്ന പേരിലാണ്. പൂർവകാലത്ത് ലോകത്തിൽ ജീവിച്ചിരുന്ന ഏതൊരു വ്യക്തിയെക്കാളും കാര്യങ്ങൾ കൃത്യമായും ആഴത്തിലും പരപ്പിലും സാങ്കേതികമായും സമൃദ്ധമായും ഗ്രഹിക്കുന്നതിനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടാതെ ദൈവത്തിൻ്റെ ആഴമാർന്ന രക്ഷാകര പ്രവൃത്തിയെ ആധാരമാക്കി വർണ്ണിക്കുവാനുള്ള ദർശനവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ആയത് നമുക്ക് റോമാലേഖനത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം തൻ്റെ അത്യുന്നത ദൈവീക ദർശനത്തെ വാഴ്ത്തിപ്പാടുന്നത് ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്പത്തും ജ്ഞാനവും അറിവും എത്ര അഗാധം! അവൻ്റെ ന്യായവിധികൾ എത്ര അന്വേഷണാതീതമാണ്! അവൻ്റെ വഴികൾ എത്ര ദുർഗ്രഹം! കർത്താവിൻ്റെ തിരുഹിതം അറിഞ്ഞവർ ആരാണ്? റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33-ഉം 34-ഉം ഓശാന ബൈബിളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ രക്ഷണ്യ ദൗത്യത്തെ പറ്റിയുള്ള നഷ്ടപ്പെട്ട പാപികളെ കുറിച്ചുള്ള ഉത്തമ ദർശനമാണ് ഇവിടെ കാണുന്നത്. ദൈവം തൻ്റെ പദ്ധതിയിൽ പ്രകടിപ്പിക്കുന്ന അറിവും ജ്ഞാനവും അളവില്ലാത്ത വിധത്തിലുള്ളതാണ്. ബൈബിൾ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ ബൈബിളിലെ ചരിത്രം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ അല്ലേ തുടങ്ങുന്നത്? ഉത്തരം അതെ എന്നും അല്ല എന്നുമാണ്. ബൈബിളിലെ ആദ്യ 11 അധ്യായങ്ങളിൽ അതിപ്രധാനമായ 4 കാര്യങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അവയാണ് അവശേഷിക്കുന്ന ചരിത്രഗതികളെയും ജീവിതങ്ങളെയും നിയന്ത്രിക്കുന്നത്. അവ സൃഷ്ടി, വീഴ്ച അല്ലെങ്കിൽ പതനം, ജലപ്രളയം, ബാബേൽ ഗോപുരം എന്നിവയാണ്. ആ 4 വസ്തുതകളെ പറ്റിയും നിങ്ങൾക്ക് മതിയായ അറിവ് ഇല്ല എങ്കിൽ ജീവിതത്തിൻ്റെ നാനാവശങ്ങളെപ്പറ്റി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നതല്ല. എവിടെ നിന്നുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം? എങ്ങനെയാണ് ഇവയൊക്കെ ഇവിടെ വന്നു ചേർന്നത്? അതിനുള്ള ഉത്തരമാണ് സൃഷ്ടി എന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. പുഷ്പങ്ങൾ, വൃക്ഷങ്ങൾ, തടാകങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, മൃഗങ്ങൾ എന്നിവയെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. തുടർന്ന് ദൈവം നിലത്തിലെ പൊടിയെടുത്ത് തൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായതിനെ, അതായത് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു. ലോകത്തിലുള്ളതെല്ലാം മനുഷ്യൻ ഉൾപ്പെടെ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ ദൈവം നല്ലവനുമാണെങ്കിൽ എങ്ങനെയാണ് ഇവയൊക്കെ താളം തെറ്റി താറുമാറായത്? ഇതിൻ്റെ ഉത്തരം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിലേക്കുള്ള വീഴ്ച എന്നതാണ്.
മാനവ ചരിത്രത്തിലെ ഭയാനകമായ ആ സംഭവത്തെപ്പറ്റി ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ആദാം ഹൗവ ദമ്പതിമാര് ദൈവത്തിന് എതിരായി പാപം ചെയ്തു, ദൈവത്തോട് ലംഘനം കാണിച്ച വീഴ്ചയെപ്പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. സൃഷ്ടിച്ച ഈ ഭൂമി ശാപത്തിൻ്റെ കീഴിൽ അമർന്നു. അതിൻ്റെ അനന്തരഫലങ്ങളാണ് കൊടുങ്കാറ്റും ഭൂമികുലുക്കവും സുനാമിയും മറ്റ് ഇതര പ്രകൃതി ദുരന്തങ്ങളും. പാപത്തിൻ്റെ ശാപം മൂലം ഈ ലോകത്തിൽ സമാനതകൾ ഇല്ലാതെയായി തീർന്നു. ഇതാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും. ഇന്ന് പാപത്തിൻ്റെ പരിണിത ഫലമായി കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനുഷ്യൻ പാപത്തിലേക്ക് വഴുതി വീണതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ള മനസ്സറിവ് നമ്മുടെ ഒട്ടനവധി ആശങ്കകൾ ഇല്ലാതെയാക്കുന്നതിന് സഹായകരമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ അടുത്ത പ്രധാന വിഷയം ജലപ്രളയമാണ്. അതിന് കാരണമായത് ലോകത്തിലെ ക്രമാതീതമായി വർദ്ധിച്ചു വന്ന ദുഷ്ടതയാണ്. ദൈവം പാപത്തെ ഏറ്റവും അധികമായി വെറുക്കുന്നുണ്ട്. അതിനാൽ അവിടുന്ന് ലോകം മുഴുവനും മുങ്ങുന്ന തരത്തിലൊരു ജലപ്രളയം കൊണ്ട് ലോകത്തെ ന്യായം വിധിച്ചു. നോഹയുടെ പെട്ടകത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന മനുഷ്യരും ജന്തുജാലങ്ങളും ഒഴികെ സർവ്വലോകത്തിലും ഉണ്ടായിരുന്ന ജീവികളും മനുഷ്യരും ആ മഹാപ്രളയത്തിൽ നശിച്ച് മണ്ണടിഞ്ഞു. ഇത് നമുക്ക് ആധുനിക ഭൂവിജ്ഞാന സംബന്ധമായ പാറക്കെട്ടുകൾ, ഫോസിൽസ് എന്നിവയെ പറ്റിയുള്ള അറിവ് പകർന്നു നൽകുന്നു. 4-ാമത്തെ പ്രധാന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് 11-ാം അധ്യായത്തിലാണ്. അത് ബാബേൽ ഗോപുരത്തിൻ്റെ നിർമ്മാണമാണ്. ദൈവം മനുഷ്യരോട് കൽപ്പിച്ചത് ലോകത്തിലെല്ലായിടത്തും ചിതറിപ്പാർക്കുന്നതിനാണ്. അതിന് വിരുദ്ധമായ ഒരിടത്ത് തന്നെ അധിവസിക്കുന്നതിന് വേണ്ടി അവർ ഒരു വൻ ഗോപുരം നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തു. അവർ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായില്ല. അതിനാൽ ദൈവം അവരുടെ ഭാഷ, സംസാരം താറുമാറാക്കി. ഹല്ലേലൂയ. അങ്ങനെ വിവിധ ഭാഷകൾ ലോകത്തിൽ ഉടലെടുത്തു. ജനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൂട്ടങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിനാൽ അതിപ്രധാനമായ ഈ 4 സംഭവങ്ങൾ, സൃഷ്ടി, വീഴ്ച, പ്രളയം, ബാബേൽ ഗോപുരം എന്നിവ നമ്മുടെ ജീവിതത്തെയും തുടർന്നുള്ള ബൈബിൾ പഠനത്തെയും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ 11 അധ്യായങ്ങളിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുത്തുകാരൻ വിവരിച്ച് നൽകിയതിനെ തുടർന്ന് 12-ാം അധ്യായത്തിൽ അതിപ്രധാനമായ മറ്റൊരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ പറ്റിയ ഒരാളിനെ, അതായത് അബ്രാമിനെ തിരഞ്ഞെടുക്കുന്ന വിധം അവതരിപ്പിക്കുന്നു. തുടർന്ന് അബ്രാമിനെ ദൈവം അബ്രഹാമാക്കി മാറ്റുന്നു. ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ് നാം കാണുന്നത്. അവിടെ ധാരാളം ആളുകളുടെ ചിത്രീകരണം നമുക്ക് ലഭ്യമാണ്. എന്നാൽ 12-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ചരിത്രം ഒരു വ്യക്തിയിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നതായി കാണാം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ പദ്ധതി അബ്രാമിൽ കൂടി നടപ്പിൽ വരുത്തുവാൻ തുടങ്ങിയതായി നാം കാണുന്നു. യോശുവ 24:2 അബ്രാമിൻ്റെ പിതാവ് അന്യദേവനെ ആരാധിക്കുന്ന ഒരു വിഗ്രഹാരാധിയാണെന്ന് കാണുന്നു. അബ്രാമും അപ്രകാരം ഒരു വിഗ്രഹാരാധിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്? അതിൻ്റെ ഉത്തരം 2 വാക്കുകൾ മാത്രമാണ്: പരമമായ കരുണ. ദൈവത്തിന് അബ്രാമിനെയോ മറ്റാരെയെങ്കിലുമോ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നതിന് പ്രത്യേക കടമ്പകളൊന്നും തന്നെയില്ല. ദൈവം മനുഷ്യനായി ഒരുക്കിയിട്ടുള്ളത് ഒരു തീപ്പൊയ്ക മാത്രമാണ്. എന്നാൽ അവിടുന്ന് കരുണാമയനാണ്. അവിടുത്തെ കരുണയുടെ മഹിമ അർഹിക്കാത്ത മാനവവർഗത്തിനു മേൽ അനുഗ്രഹ വർഷമായി ചൊരിയുവാൻ ആണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ആ മഹാകൃപയാണ് നാം അബ്രാമിൻ്റെ വിളിയിലും തെരഞ്ഞെടുപ്പിലും കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രാമിനോട് ദൈവം തൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ആ സംഭവത്തിൻ്റെ പ്രാധാന്യം നമുക്കൊരിക്കലും കുറച്ച് കാണുവാൻ ആകാത്തതാണ്. യാഗത്തിന് അറുക്കപ്പെട്ട മാംസഖണ്ഡങ്ങൾക്കിടയിൽ കൂടെ ദൈവം കടന്നുപോയപ്പോൾ അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ കൂടുതൽ ശക്തമാക്കി.
തുടർന്ന് വരുന്ന കാലങ്ങളിൽ അബ്രഹാമോ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരോ അവിശ്വസ്തത കാണിക്കുന്നതിനെ ദൈവം ഒരിക്കലും പരിഗണിച്ചില്ല. മറ്റൊരു അർത്ഥത്തിൽ ആ ഉടമ്പടി ഉപാധിരഹിതമായ ഒന്നായിരുന്നു. അത് പൂർണ്ണമായും സമാപ്തിയിൽ തന്നെ, അതായത് അതിൻ്റെ ഗുണഭോക്താക്കൾക്കത് ഉപാധിയുള്ള ഉടമ്പടിയാണ്. ആ ഉപാധി അനുസരണം, വിശ്വാസം എന്നിവയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദൈവിക ദൃഷ്ടിയിൽ അന്തിമ നിവൃത്തി വരെയും അത് ഉപാധിരഹിതമായി തന്നെ തുടരുന്നതാണ്. അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഉടമ്പടി പ്രകാരം 3 ഘടകങ്ങളാണ് ലഭ്യമായത്. 1 ദേശം, 2 പിന്മുറ, 3 അനുഗ്രഹങ്ങൾ. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിൻ്റെ പിൻതലമുറ അനവധി ആയിരിക്കും. അവർക്ക് കനാൻ നാട് അധീനമാക്കും. അവരിൽ കൂടി ദൈവം ലോകത്തെ അനുഗ്രഹിക്കും. ലോകത്തെ രക്ഷിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമുള്ള ദൈവിക പദ്ധതിയുടെ ആദ്യ ഘട്ടമാണിത്. ദൈവത്തിന് ഈ ലോകത്തോട് എന്നും ഒരു മമതയുണ്ട്. ലോകജനതയെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടിയുള്ള സമ്പൂർണ്ണ പദ്ധതിയാണ് ദൈവം ഇവിടെ നടപ്പിലാക്കിയത്. എന്നാൽ അത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നതിൽ നാം പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ദൈവം തൻ്റെ ശ്രദ്ധ ഒരു മനുഷ്യനിൽ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവം എപ്പോഴും നാം കാണുന്നതിലുപരിയായി എത്രയധികം ഭംഗിയായിട്ടാണ് കാര്യങ്ങളെ നടപ്പിൽ വരുത്തുന്നത്. എന്നാൽ നാം പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. നാം മുൻപ് വായിച്ച അതേ വേദഭാഗം, അതായത് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? അവിടുത്തെ ആലോചനക്കാരായിരുന്നവൻ ആര്? അങ്ങനെ ദൈവം തൻ്റെ പദ്ധതികൾ അബ്രഹാമിൻ്റെ പിൻതലമുറയിൽ യഹൂദന്മാരിൽ കൂടി നടപ്പിൽ വരുത്തുവാൻ ആരംഭിച്ചു. അവരത് അർഹിക്കുന്നവരായിട്ടല്ല ദൈവം അവരെ തെരഞ്ഞെടുത്തത്. അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായതുകൊണ്ടോ അവർ യോഗ്യരായി തീർന്നതുകൊണ്ടോ അല്ല. പിന്നെയോ അത് ദൈവത്തിൻ്റെ പരമകാരുണ്യം ഒന്നു മാത്രമാണ്. അവരെ തെരഞ്ഞെടുത്തത് മൂലം അവരിൽ കൂടി തിരുവചനവും ലോകരക്ഷകനും അല്ലെങ്കിൽ മശിഹ കടന്നു വന്നു. ലോകം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അവരെ തെരഞ്ഞെടുത്തതിനാൽ വാഗ്ദത്ത നാടും അവർക്ക് ലഭിക്കാനിടയായി. തെരഞ്ഞെടുപ്പ് മൂലം തിരുസാന്നിധ്യം ലഭിച്ചു. ഇതെല്ലാം അവരുടെ അവസ്ഥ പരിഗണിക്കാതെ തന്നെ ലഭിച്ചു. അപ്രകാരം ഉപാധിരഹിതമായി അവർക്ക് ദൈവിക സാന്നിധ്യം നൽകുകയും അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുകയും ഉണ്ടായി. ഇതിനർത്ഥം വിശ്വാസവും മാനസാന്തരവും കൂടാതെ അവരെ ദൈവം സ്വർഗത്തിൽ ചേർക്കും എന്നതല്ല. പിന്നെയോ അവരെ അനുതാപത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കുന്നതിനുള്ള പദ്ധതികൾ ദൈവം നടപ്പിലാക്കുമെന്നാണ്. അതിൻ്റെ മുന്നോടിയായി പീഡനങ്ങളുടെയും വിവിധ ദുരന്തങ്ങളുടെയും വേലിയേറ്റം ഉണ്ടാകുകയും തുടർന്ന് കർത്താവിൻ്റെ പുനരാഗമനം ഉണ്ടാകുകയും ചെയ്യും. കാരണം ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുക. ദൈവം ഇസ്രായേലിനെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടിയാണ് വിളിച്ചതും അവർക്ക് അനവധി കൃപാവരങ്ങളും നൽകിയതും. അതിനാൽ അവിടുത്തെ വാഗ്ദത്തങ്ങൾ നടപ്പിലാക്കുന്നതുമാണ്. ഈ തീരുമാനങ്ങൾ ഒക്കെ തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 24-ലെ പ്രഭാഷണത്തിൽ അടങ്ങിയിട്ടുള്ളത്. ആ കാലത്തിലെ കഷ്ടങ്ങൾ കഴിഞ്ഞാലുടൻ ഈ ഭൂമിയിൽ, അതായത് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ, ആ കാലത്തിലെ കഷ്ടങ്ങൾ കഴിഞ്ഞാലുടൻ ഈ ഭൂമിയിൽ തൻ്റെ പുനരാഗമനം ഉണ്ടാകുമെന്ന് കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. മഹോപദ്രവം വളരെയധികം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. ആ നാളുകൾ ചുരുങ്ങിയിരുന്നില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. യഹൂദ ജനസമൂഹത്തെ ഈ ഭൂമുഖത്തു നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിന് എതിർ ക്രിസ്തു ആവിഷ്കരിക്കുന്ന ശ്രമങ്ങൾ പ്രകൃത്യാധികമായ ഇടപെടലിൽ കൂടി ദൈവം അവസാനിപ്പിക്കും. അവരുടെ വിടുതൽ കേവലം ഭൗതികം മാത്രമല്ല, ആത്മീകമായും അവർക്കൊരു മോചനം ലഭിക്കും. ഇതെല്ലാം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ പൂർത്തീകരിക്കും. അവിടുന്ന് തൻ്റെ വാഗ്ദത്ത രാജ്യം സ്ഥാപിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യം ഇതെല്ലാമാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ
ഉജ്ജ്വല ശോഭയിലും മഹിമയുടെ പ്രഭാവത്തിലും പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് ഈ ലോകത്തിലെ പ്രകാശമെല്ലാം അണയ്ക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൻ്റെ സർവ്വശ്രദ്ധയും ആ അത്ഭുത സംഭവത്തിൽ കേന്ദ്രീകരിക്കും. അപ്പോൾ ലോകത്തിൽ അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയുടെ ഒരു പശ്ചാത്തല ദർശനം ലഭിക്കുന്നതാണ്. അന്ന് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകാതിരിക്കും, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. അതുകൂടാതെ ആകാശത്തിൽ ഭയാനകമായ തരത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകും. ആകാശശക്തികൾ ഇളകുമെന്ന് പറയുന്നത് ആകാശത്തിൽ ഭൂമിയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള പ്രകമ്പനങ്ങൾ അനുഭവപ്പെടുന്നതിനാലാണ്. അതായത് ആകാശത്തും ചില കുലുക്കം ഉണ്ടാകുന്നതാണ്. ഈ അസാധാരണ സംഭവങ്ങളാൽ ആളുകളുടെ ശ്രദ്ധ ആകാശത്തിലേക്ക് തിരിയും. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആളുകൾ സശ്രദ്ധം വീക്ഷിക്കും. അവ ഭൂമിയെയും ബാധിക്കും. അതുതന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. എല്ലാവരും അടുത്ത സംഭവത്തിനായി ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. യേശു ക്രിസ്തു തൻ്റെ മഹത്വ പ്രഭയിൽ കാലതാമസം കൂടാതെ പ്രത്യക്ഷനാകും. മത്തായി എഴുതിയ സുവിശേഷം 24:30 പരാമർശിക്കുന്ന മനുഷ്യപുത്രൻ്റെ അടയാളം എന്ന പ്രയോഗം കർത്താവിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ കർത്താവിന് പകരം മറ്റൊന്നും തന്നെ ഇല്ല. ആ പ്രയോഗം ശരിയായ വിധത്തിൽ ഭാഷാന്തരം ചെയ്യണമെങ്കിൽ അടയാളം എന്നത് മനുഷ്യപുത്രൻ തന്നെയായിരിക്കും. അത് അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയും പ്രഭാവവും കാലഘട്ടത്തിൻ്റെ അന്ത്യവും കുറിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും. അവിടുന്ന് അടുത്ത യുഗത്തിലേക്ക്, അതായത് ദൈവരാജ്യ യുഗത്തിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്നതാണ്. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവവുമാണ്. ഈ മഹനീയ ദർശനം ആർക്കും നഷ്ടമാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാതേജസ്സോടും ശക്തിയോടും കൂടി വരുന്നത് കാണും. വളരെ സവിശേഷതകളുള്ള ആ ദർശന സൗഭാഗ്യം സകലർക്കും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതൊക്കെ വിവരണാതീതമായ ഒരു അനുഭൂതി അഥവാ അവബോധം ആണ് നൽകുക. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം മഹത്വവും തേജസ്സും അധികാരവും ശോഭയും നിറഞ്ഞ് കളിയാടുന്ന തരത്തിലുള്ളതായിരിക്കും. സകല ജനത്തിനും അവിടുത്തെ തിരുദർശനം ലഭിക്കും. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും? കർത്താവ് പറഞ്ഞത് ഭൂമിയിലെ സകല ജനവും വിലപിക്കും എന്നാണ്. യേശുക്രിസ്തു മടങ്ങി വരുന്ന സമയം ബഹുഭൂരിപക്ഷം പേരും അവിടുത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകിയില്ല. ഇക്കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹോപദ്രവ കാലത്ത് ജീവിച്ചിരിക്കുന്നവർ കർത്താവിനെതിരായി തിരിഞ്ഞും മുഷ്ടി ചുരുട്ടിയും തങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിക്കും. അതിനാൽ അവിടുത്തെ ജയവീരനായുള്ള ആഗമനത്തെ അവർ അത്ര ആഹ്ലാദത്തോടെ സ്വീകരിക്കുകയില്ല. ആ കാലത്ത് ജീവിക്കുന്ന അവിശ്വാസികൾ ഈ ലോകം നീതികേടിൻ്റെ ഫലമാണ് കൊയ്യുന്നതെന്ന് മനസ്സിലാക്കുമെങ്കിലും അത് അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നടത്തുകയില്ല. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവർ ദൈവനാമത്തെ ദുഷിച്ചു എന്നല്ലാതെ മാനസാന്തരപ്പെട്ടില്ല എന്നാണ്. അവരുടെ കഷ്ടതകളിലും അവർ ദൈവത്തെ ദുഷിച്ചു എന്ന് 16:11 കാണുന്നു. പീഡനകാലത്ത് ജീവിക്കുന്നവരുടെ മനോനിലയാണിവിടെ ചിത്രീകരിക്കുന്നത്. അതിനാൽ മേഘരഥത്തിൽ ഏറി വരുന്ന മഹോന്നതനായ മശിയെ കാണുമ്പോൾ അവർ വിലപിക്കുന്നതിൽ യാതൊരു അതിശയവും കാണേണ്ടതില്ല. അവരുടെ വിലാപ കാരണം തങ്ങളുടെ നേതാവായ എതിർക്രിസ്തുവിനെ പരാജയപ്പെടുത്തിയ യേശു ജയിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം വ്യത്യസ്തമായ തരത്തിൽ വിലാപം ഉയർത്തുന്നതാണ്. അവിശ്വാസികൾ വിലപിക്കുന്നത് എതിർക്രിസ്തുവിൻ്റെ പതനത്തെ പറ്റിയാണെങ്കിൽ യഹൂദർ വിലപിക്കുന്നത് പശ്ചാത്താപ വിവശരായിട്ടാണ്. യേശുക്രിസ്തുവിനെ തങ്ങളുടെ മശികയായി അംഗീകരിക്കുന്നതിൽ വന്ന വീഴ്ചയെ പറ്റിയുള്ള ബോധമാണ് അവരെ കരയുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത തങ്ങൾ ഒരിക്കൽ കുത്തിത്തുളച്ചവനെ നോക്കി വിലപിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ പറ്റി ഞരങ്ങുന്നത് പോലെ അവർ അവനെപ്പറ്റി വ്യസനിക്കും. സക്കറിയാവ് 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോഴാണ് അവർ രക്ഷിക്കപ്പെടുന്നത്. ഇതിനെപ്പറ്റി കർത്താവ് പറയുന്നത് നോക്കുക. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടി അയക്കും. അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കിൽ നിന്നും ഒരുമിച്ച് ചേർക്കും.
വാക്യം 31 നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും കൂട്ടിച്ചേർക്കും. കാരണം അത് വാഗ്ദത്ത ദൈവരാജ്യത്തിൻ്റെ ഉദ്ഘാടന ഉത്സവ ദിവസം ആയിരിക്കും. അതോടുകൂടി നിലവിലുള്ള യുഗത്തിൻ്റെ അവസാനമുണ്ടാകും. ഇവിടെ സങ്കടകരമായി നിലനിൽക്കുന്ന ഒരു വസ്തുത, ഭൂമിയിൽ ജീവിക്കുന്നതായ ഒട്ടനവധി പേർ കർത്താവിൻ്റെ മടങ്ങിവരവിനായി ഒരുക്കപ്പെട്ടവരായി തീർന്നില്ല എന്നതാണ്. അപ്രകാരം അതിപ്രധാനമായ ഒരു കാര്യമാണ് തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ കൂടി അതേ ജനസമൂഹത്തെ ഒരുക്കമുള്ളവരാക്കിയിരിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ഏകദേശം ഞാൻ കുറച്ച് സമയം ഇതിനെപ്പറ്റി സംസാരിക്കുവാനിടയായി. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് വരും കാലത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ഈ പാട്ട് പാടുവാനും വചനം വായിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചതിന് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട കുഞ്ഞുങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. കമൻറ്റ് ബോക്സിലും ഫോണിൽ കൂടി വിളിച്ചവരും മെസ്സേജ് അയച്ചവർക്കൊക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കഷ്ടത്തിൽ കൂടി പോയ കുറച്ച് പേർക്ക് പല കാര്യങ്ങൾക്ക് വിടുതലായി എന്ന് എന്നെ ഫോൺ കോളിൽ കൂടിയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ പിന്നെയും വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ രഹസ്യ വരവ് ഏത് സമയത്തുമാകാം. ആ വരവെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് എടുക്കപ്പെടുവാൻ തക്കവണ്ണം വചനം കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒരുമിച്ച് കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ കർത്താവെ രാത്രി കാലങ്ങളൊക്കെയും ഞങ്ങളെ സൂക്ഷിച്ചു. ഈ നല്ലൊരു പ്രഭാതം കാണുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കം തന്നു. കർത്താവെ, ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. എത്രയോ പേര് കർത്താവെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ കർത്താവെ സാമ്പത്തിക ബാധ്യതകൾ, അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ഹല്ലേലൂയ, വിവിധ കർത്താവെ കുടുംബങ്ങൾക്കകത്തൊക്കെയുള്ള പ്രശ്നങ്ങൾ, കർത്താവെ വിവിധ പ്രതികൂലങ്ങളായി കഷ്ടമനുഭവിക്കുന്ന രോഗികളായവർ, കർത്താവെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വിഷയത്തിൻ്റെ മേലൊരു ദൈവിക പദ്ധതി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം സ്തോത്രം. വളരെ വേദനയോടും സങ്കടത്തോടും തലമുറകളെക്കുറിച്ചും, അതുപോലെ കർത്താവെ കുടുംബത്തിൽ കുടുംബനാഥനെക്കുറിച്ചും കർത്താവെ പലരും പല വിഷമതകരമായ സംഭവങ്ങൾ കർത്താവെ പറയുവാനിടയാലോ അവരെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് എൻ്റെ കർത്താവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇന്ന് കർത്താവെ പ്രഭാതം ഞങ്ങളെ കാണിച്ച് നല്ല ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുമ്പോൾ തന്നെ ഞങ്ങളായിരിക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി ഈ ദേശത്തോട് അങ്ങ് കരുണ തോന്നണമേ. ഈ ദേശത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവേ, ഹല്ലേലൂയ, ഈ ദേശത്തുള്ള സകല കുഞ്ഞുകുട്ടികൾ മുതൽ അബാലവൃദ്ധം ജനത്തെ നീ അനുഗ്രഹിക്കണമേ. സകല മതസ്ഥരെയും സകല കർത്താവെ ഭരണാധികാരികളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കോളേജ് വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ചെയ്ത മക്കളെയൊക്കെ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, പലരും ഒറ്റയ്ക്ക് കർത്താവെ ദേശത്ത് വന്ന് പാർക്കുന്ന മക്കൾ ഉണ്ടായിരിക്കും, അവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 31 ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഉൾഗ്രാമങ്ങളിലൊക്കെ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം സകല വഴിയും വാതിലും ദൈവം തുറക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2024 ഒരു ദൈവപ്രവൃത്തി, ഒരു ഉണർവിൻ്റെ കാറ്റ് ഈ ദേശത്ത് അയക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കേരള സംസ്ഥാനത്തോടും അങ്ങ് മനസ്സലിയണം. 14 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഇന്ത്യ മഹാരാജ്യത്തോട് കരുണ തോന്നണമേ. 28 സ്റ്റേറ്റിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു.
9 കേന്ദ്രഭരണ പ്രദേശത്തിലും പരിശുദ്ധാത്മാവേ നീ ആഴമായി ഇറങ്ങണമേ. സകല ജനവും വിടിവിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ. ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർക്കും കുടുംബങ്ങൾക്കായി സ്തോത്രം, തലമുറകൾക്കായി സ്തോത്രം. കർത്താവെ സഭയാം കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. സകല കർത്തൃദാസന്മാരെയും കുടുംബങ്ങളെയും വിശ്വാസി സമൂഹത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അപ്പാ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവിടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിന്റെ ശക്തി ആ കർത്തൃദാസന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും വിശ്വാസി സമൂഹത്തിൻ്റെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തമായി അങ്ങ് അനുഗ്രഹിച്ചതിനായ സ്തോത്രം. വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ദേശങ്ങളെ, രാജ്യങ്ങളെ, ലോകരാജ്യങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യവാസമുള്ള സകല ഭൂഖണ്ഡങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ഞങ്ങൾ കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കുള്ളവരെയും കർത്താവെ പ്രാർത്ഥന കേൾക്കുന്ന നിൻ്റെ മക്കളെ, ഇനി പ്രാർത്ഥന കർത്താവ് കേൾക്കാനിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ട്, പ്രാർത്ഥന, ആരാധനയെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ബൈബിൾ വചന പഠനത്തിനും കർത്താവെ എല്ലാം വിരുദ്ധമായി പൊങ്ങുന്ന സകല പൈശാചിക നുഖങ്ങൾ പുഷ്ടി നിമിത്തം തകർന്നു പോകുവാൻ കർത്താവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങൾ കർത്താവെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അന്ധകാര ശക്തി ഞങ്ങളെ നോക്കുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും. അങ്ങ് ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. നാളെ പ്രഭാതം തിരിഹിതമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവികമായ അതേ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും എല്ലാം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയും കൃപയും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.